റാലി മോഡിലിട്ടിട്ട് ഇങ്ങനത്തെ അക്രമം കാണിച്ചു കഴിഞ്ഞാൽ ആവറേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 25 കിലോമീറ്റേഴ്സ് പെർ ലിറ്ററാണ്. പക്ഷെ റിയറിന് ഒരു ടക്ക് ടക്ക് ഒരു സൗണ്ട് വരുന്നുണ്ട്. So let's start guys. ഒരു ഓഫ് റോഡ് ഏരിയയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഫസ്റ്റ് ഐ വിൽ ചേഞ്ച് ദ മോഡ്. അർബൻ, റെയിൻ, ടൂർ, റാലി. റാലിയിൽ റിയൽ ABS ഓഫ് ആയിരിക്കും ബൈ ഡിഫോൾട്ട്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് സപ്പോസ് ടു ബി. നിന്നുകൊണ്ടാണ് റൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. റേസ് ഹാൻഡിൽ ബാർ വേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കംപ്ലീറ്റ് സോഫ്റ്റ് മഡ് റോഡാണ്. റിയർ ABS ഈസ് ഓഫ്. ടയർ ഗ്രിപ്പെല്ലാം ഓക്കെയാണ്. സി ഐ ആം നോട്ട് ഫേസിങ് എനി ഇഷ്യൂ റിലേറ്റഡ് ടു ബാക്ക് സ്കിഡിങ്. വാവ്, ഇറ്റ്സ് ഗുഡ്. ദ ക്വാളിറ്റി ഓഫ് ടയേഴ്സ്, ഈ എന്ത് ആവശ്യത്തിന് ഈ ടയർ കൊടുത്തത് അത് ഇറ്റ് ഈസ് റിയലി വർക്കിംഗ് വെൽ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊരു 100% ഓഫ് റോഡ് ബൈക്കല്ല. ഇത് മെൻ ഫോർ ടൂറിംഗ് ആണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ കുറച്ചുകൂടി ഓഫ് റോഡിങ് ചെയ്താൽ അതായത് ഇങ്ങനെ തന്നെ ഒരു റോഡിൽ നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ സുഖമായിട്ട് പോവാം. ദർ ഇസ് നോ വറി. എന്നാൽ സ്മൂത്ത് ഇതിൻ്റെ സസ്പെൻഷൻ, അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. റിയർ ഫ്രണ്ട് ഓക്കെ, എനിക്ക് റിയർ ആണ് കുറച്ച് ഡൗട്ട് ഉണ്ടായത്. ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇറ്റ് ഈസ് മച്ച് ബെറ്റർ കമ്പയർഡ് ടു അതർ ബൈക്സ്. ഇത് നോർമലി ഈ 30 കിലോമീറ്റർ സ്പീഡിലൊന്നും ഈ റോഡിൽ പോകാൻ പറ്റില്ല. അടിപൊളി. നമുക്ക് തിരിച്ച് ഓഫ് റോഡിലേക്ക് തന്നെ പോവാം. ഇത് ഇങ്ങനത്തെ റോഡിലെല്ലാം ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് 25 ആണ് കിട്ടുന്നത് മൈലേജ്. ഇതിൻ്റെ 35 എന്ന് പറയുന്നത് ടൂറിങ് മോഡ് അതിലെല്ലാം ഓക്കെ 35 കിട്ടുന്നുണ്ട്. റാലി മോഡിലിട്ടിട്ട് ഇങ്ങനത്തെ അക്രമം കാണിച്ചു കഴിഞ്ഞാൽ ആവറേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 25 കിലോമീറ്റേഴ്സ് പെർ ലിറ്ററാണ്. ഇങ്ങനത്തെ റോഡിൽ പോകുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ റിയറിന് ഒരു ടക്ക് ടക്ക് ഒരു സൗണ്ട് വരുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സസ്പെൻഷൻ. പക്ഷെ അതേതോ ഒരു പ്ലാസ്റ്റിക് പാർട്ടിൻ്റെ ഒരു സൗണ്ട് വരുന്ന പോലെയുണ്ട്. എണീച്ച് നോടിക്കാം. ടാങ്ക് വൈഡറായുണ്ട് നിൽക്കാൻ വേണ്ടി നല്ല സുഖമാണ്. ഇതിപ്പം എക്സ്പൾസിലാണെങ്കിൽ ഈ ഒരു കംഫർട്ട് സോൺ കിട്ടില്ല. റോഡ് കാണില്ലേ, വെരി അൺഇവൻ, വെരി മഡി ആൻഡ് ദാറ്റ് ടു ലൂസ് മഡ്. ദിസ് ഈസ് എൻ ഓഫ് റോഡ് കേപ്പബിൾ വെഹിക്കിൾ. പക്ഷേ ഒരു 100% അഡ്വെഞ്ചർ ബൈക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളിപ്പോൾ ഇതിന് KTM ഫ്ലാഗ്ഷിപ്പിൽ വരുന്ന ബൈക്കായിട്ടെല്ലാം ഒരു അഡ്വെഞ്ചർ ബൈക്കായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതത്ര ശരിയാവില്ല. പക്ഷെ ഒരു ടൂറിങ് അഡ്വെഞ്ചർ ബൈക്ക്, യെസ്. സോ അതൊക്കെയാണ് ഗൈസ് ഓഫ് റോഡ് റൈഡ് എക്സ്പീരിയൻസ് ഓൺ Apache RTX 300. So I'll see you in the next video. Until then, ride safe, take care, bye bye.